പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? ഏതോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിഷമിക്കുകയാണോ? യഹോവ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ശരി, ഏതാണ് ഈ സ്ഥലം എന്ന് ചിന്തിക്കുകയാണോ? യെരുശലേമിലുള്ള ഒലിവുമലയുണ്ടല്ലോ, ഒലിവുമല. ബൈബിളിൽ അതിനെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. യേശു ഇവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. യേശു വീണ്ടും വരുമ്പോൾ ഈ ഒലിവുമലയിലാണ് പാദങ്ങൾ ഊന്നുക എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ആ ഒലിവുമലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതാ കണ്ടോ, എന്റെ പുറകിൽ ഒരു ചർച്ചും വളരെ ഉയരമുള്ള ഒരു ഗോപുരവും ഉണ്ട്. ഈ ഒലിവുമലയിൽ ഇന്ന് അനേകം വീടുകൾ വന്നിരിക്കുന്നു. യേശുവിന്റെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. യെരുശലേമിലായിരുന്നു ജനങ്ങൾ വസിച്ചിരുന്നത്. അതും ഒരു മലമ്പ്രദേശമായിരുന്നു. ഇന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വസിക്കുന്നുണ്ട്. അതിനാൽ ഒരു ദിവസം യേശു വീണ്ടും വരുമ്പോൾ ഈ മല രണ്ടായി പിളരും എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. യേശുവിന്റെ പാദങ്ങൾ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നിന്ന് യേശു യെരുശലേമിലേക്ക് കടക്കും. യേശു രാജാതി രാജാവും ദേവാദി ദേവനും കർത്താദി കർത്താവും ന്യായാധിപതിയുമായി വെളിവാകാൻ പോകുന്നു. ഈ മലയിലാണ് അത് നടക്കാൻ പോകുന്നത്. ശരി, ഇന്ന് ദൈവം നമുക്ക് തരാൻ പോകുന്ന വാക്കിനായി കാത്തിരിക്കുകയാണോ? യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവം പറയുന്നു, മകനെ, ഏതോ ഒരു കാര്യത്തിനു വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ നീ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ എന്റെ മഹത്വം കാണാൻ സാധിക്കൂ. നീ വിശ്വസിച്ചാലേ അത്ഭുതം കാണാൻ സാധിക്കൂ എന്ന് ദൈവം പറയുന്നു. മകളെ, ഏതോ ഒരു കാര്യം നിന്നെ അലട്ടുന്നുണ്ട്. നടക്കുമോ നടക്കില്ലേ, എല്ലാം ഗുരുതരമായി പോകുന്നല്ലോ എന്ന് വിഷമിക്കുന്നു. പക്ഷേ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസർ എന്ന യേശുവിന്റെ സ്നേഹിതൻ രോഗബാധിതനായപ്പോൾ അയാളുടെ 2 സഹോദരികൾ യേശുവിനെ ആളയച്ച് അറിയിക്കുന്നു. യേശു വരുവാൻ അല്പം താമസിച്ചു. ലാസർ മരിച്ചടക്കം ചെയ്യപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് യേശു ബെത്താനിയ ഗ്രാമത്തിൽ ചെന്നു. ഈ ഒലിവുമലയുടെ മറുഭാഗത്താണ് ബെത്താനിയ എന്ന ഗ്രാമവും ഉള്ളത്. ആ അത്ഭുതം നടന്ന സ്ഥലവും ഉള്ളത്. യേശു ചെന്നപ്പോൾ മാർത്തയും മരിയയും കരഞ്ഞു നിലവിളിക്കുകയാണ്. യേശു വന്നപ്പോൾ മാർത്ത പറഞ്ഞു, നീ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞുപോയി, താമസിച്ചു വന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹിമ കാണുമെന്ന്. ഇപ്പോൾ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, എല്ലാം കഴിഞ്ഞു, ഗുരുതരമായി, ഇനിയൊന്നും ചെയ്യാനാവില്ല, ഈ പ്രശ്നം അത്ര തന്നെ, ഇനി ശരിയാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുകയാണോ? നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം ശരിയാക്കും, അത്ഭുതങ്ങൾ ചെയ്യും. തീർന്നു എന്ന് വിചാരിച്ചതിൽ പുതിയ ആരംഭമുണ്ടാക്കി തരും. ലാസറിന്റെ ജീവിതം അവസാനിച്ചു. 4 ദിവസമായി, ശരീരം നാറിപ്പോയി. ഇനി അത്ര തന്നെ എന്ന് വിചാരിച്ചപ്പോൾ യേശു അവനെ വീണ്ടും ജീവിപ്പിച്ച് പുതിയ ജീവിതത്തെ കൊടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ആ അത്ഭുതം നടക്കാൻ പോകുന്നു. വിശ്വസിക്കൂ. യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് വീണ്ടും ശരിയാക്കി എന്നെ അനുഗ്രഹിക്കാൻ അങ്ങ് ശക്തനാണ് എന്ന് പറയൂ. നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഇപ്പോൾ പറയൂ, യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യാൻ ശക്തനാണ്. ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാൻ ശക്തിയുള്ളവനാണ്. ഈ കാര്യം ശരിയാക്കാൻ അങ്ങേക്ക് സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ